ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് നമ്മുടെ മുൻപിലേക്ക് ആദ്യം എത്തുന്നത് കേരള സർവകലാശാലയിൽ നിന്നുള്ള വിവരങ്ങൾ തന്നെയാണ്. അവിടെ സംഘപരിവാർ അജണ്ടകളെ ചെറുക്കുന്ന സിൻഡിക്കേറ്റിനെ നമ്മൾ കാണുന്നു, രജിസ്ട്രാറെ നമ്മൾ കാണുന്നു. ഈ സംഘപരിവാർ അജണ്ടകൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന SFI, DYFI എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പോരാട്ടം കേവലം SFIയും DYFIയും ഒപ്പം തന്നെ സംഘപരിവാർ അജണ്ടകളും തമ്മിൽ മാത്രമല്ല, ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ നാട് ഇന്നോളം ആർജിച്ചെടുത്ത വിദ്യാഭ്യാസ മൂല്യങ്ങളെ ഒപ്പം തന്നെ മതേതരത്വത്തെയൊക്കെ സംരക്ഷിക്കാനുള്ള പോരാട്ടമായിട്ട് വേണം നമ്മളതിനെ വിലയിരുത്തിയെടുക്കാൻ. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും. ഏതായാലും നോക്കാം ഇന്ന് ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ചാൻസലറുടെയും VCയുടെയും സംഘപരിവാർ അജണ്ടകളെ ചെറുത്ത് കേരള സർവകലാശാല. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഇന്നും സർവകലാശാലയിലെത്തും. അതേസമയം രജിസ്ട്രാർക്ക് ഫയലുകൾ നൽകേണ്ട എന്നാണ് VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഹൈക്കോടതി ഉത്തരവിനെ വെല്ലുവിളിച്ചാണ് VC മോഹനൻ കുന്നുമേലിന്റെ ഇടപെടലുകൾ. അതേസമയം VC സർവകലാശാലയിൽ എത്തിയാൽ തടയുമെന്ന് SFIയും വ്യക്തമാക്കിയിട്ടുണ്ട്. മാനസ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ഇന്ന് സർവകലാശാലയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന്. മാനസ, ഗുഡ് മോർണിംഗ്. സർവകലാശാലയിലെ സംഘപരിവാർ വൽക്കരണത്തെ തടയുന്ന SFIയെയും DYFIയെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ തെരുവോരങ്ങളിൽ സംഘപരിവാർ അജണ്ടകൾക്കെതിരെ പോരാടുന്ന വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വലിയ കൂട്ടം, അതൊരു പ്രതീക്ഷയാണ്. ഇപ്പോൾ ഇന്ന് എന്തായിരിക്കാം പ്രധാനപ്പെട്ട നടപടികൾ? ഞാൻ മനസ്സിലാക്കുന്നത് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഇന്നും സർവകലാശാലയിലെത്തും. പക്ഷേ അദ്ദേഹത്തിന് ഫയലുകൾ ഒന്നും നൽകേണ്ട എന്ന നിർദ്ദേശം VCയുടെ അടുത്തു നിന്ന് വന്നിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ VC ഹൈക്കോടതിയുടെ ഉത്തരവിനെ എല്ലാ തരത്തിലും വെല്ലുവിളിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും മനു, ഗുഡ് മോർണിംഗ്. ഇത്തരത്തിൽ തന്നെയാണ്, അതായത് സർവകലാശാല വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി വരെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫയലുകളൊന്നും തന്നെ രജിസ്ട്രാർക്ക് കൈമാറേണ്ടതില്ല, രജിസ്ട്രാർ വഴി ഫയലുകൾ അയക്കേണ്ടതില്ല, ആ ഫയലുകളൊക്കെയും തന്നെ VCക്ക് നേരിട്ട് അയക്കണം എന്ന നിർദ്ദേശം VC മോഹനൻ കുന്നുമൽ എടുക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്, ഇത്തരത്തിലുള്ള സംഘപരിവാർ അജണ്ടയിൽ നിന്നും ആ അജണ്ട ഇവിടെ നടപ്പാവില്ല എന്ന് വ്യക്തമാക്കിയ വിദ്യാർത്ഥി സംഘടനകളെയും അതോടൊപ്പം തന്നെ യുവജന സംഘടനകളെയും കേരളത്തെയും വെല്ലുവിളിക്കുന്ന ഒരു നയത്തിലേക്ക് തന്നെയാണ് വൈസ് ചാൻസലർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഹൈക്കോടതി വിധിയെ കൂടി വെല്ലുവിളിച്ചുള്ള ഒരു നീക്കം തന്നെയാണ് വൈസ് ചാൻസലർ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ RSS വൽക്കരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പ്രതിഷേധ പരിപാടികൾ തന്നെയാണ് വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇതുവരെയും വിദേശയാത്ര കഴിഞ്ഞ് വൈസ് ചാൻസലറായ മോഹനൻ കുന്നുമ്മൽ ഇവിടെ കേരള സർവകലാശാലയിൽ എത്തിയിട്ടില്ല. ഈ സർവകലാശാലയിൽ വൈസ് ചാൻസലർ എത്തുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകും. അതോടൊപ്പം തന്നെ ചാൻസലറുടെ വാഹനം തടയൽ ഉൾപ്പെടെ നടത്തും, വഴി തടയൽ ഉൾപ്പെടെ നടത്തുമെന്ന പ്രഖ്യാപനമൊക്കെയും തന്നെ യുവജന അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിരുന്നു. ഇതിൽ ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ തന്നെയാണ് ഈ ഒരു നീക്കത്തിനെതിരെ പോരാടുന്നത് എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഘട്ടമാണ്. കാരണം ഇത്തരത്തിൽ ഒരു കാവ്യവൽക്കരണവുമായി RSSന്റെ സംഘപരിവാർ അജണ്ടയുമായി സർവകലാശാല തലപ്പത്ത് ഇരിക്കുന്ന വൈസ് ചാൻസലർമാർ നീങ്ങുമ്പോൾ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒന്നടങ്കമാണ് ഇതിൽ പ്രതിഷേധം തീർക്കേണ്ടത്. എന്നാൽ ഇവിടെ SFI മാത്രമാണ് വിദ്യാർത്ഥി സംഘടനകളിൽ, SFI അതോടൊപ്പം തന്നെ ഇടത് മറ്റ് വിദ്യാർത്ഥി സംഘടനകളും മാത്രമാണ് ഇവിടെ പ്രതിഷേധം തീർക്കുന്നതും. KSU ആകട്ടെ, യൂത്ത് കോൺഗ്രസ് ആകട്ടെ, ഇതിൽ ഒരു നിലപാടും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിൽ തന്നെ വ്യക്തമാണ് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ കോൺഗ്രസ് KSUയോട് പറഞ്ഞത് വിഷയത്തിൽ ഇടപെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല VD സതീശൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ കോൺഗ്രസ് BJP അല്ലെങ്കിൽ കോൺഗ്രസ് RSS കൂട്ടുകെട്ടും കൂടിയാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ ശബ്ദമായി അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന്റെ ശബ്ദമായി ഉയരുന്നത് SFIയും DYFIയും പോലുള്ള ഇടത് സംഘടനകൾ തന്നെയാണ്. ആ ഒരു ഘട്ടത്തിൽ അവർ ഉന്നയിക്കുന്ന ആവശ്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ RSS വൽക്കരണവുമായി പോകുന്ന വൈസ് ചാൻസലർമാരും അതോടൊപ്പം തന്നെ അതിന് നിർദ്ദേശം കൊടുക്കുന്ന ഗവർണറും ഈ രണ്ട് സ്ഥാനത്തിരിക്കുന്നവരും ഈ ഒരു നിലപാടിൽ നിന്ന് മാറുന്നത് വരെ
ഇവരുടെ പ്രക്ഷോഭം ഇതേപോലെ തന്നെ തുടരും എന്ന് തന്നെയാണ്. അതിന്റെ സാഹചര്യത്തിലാണ് ഈ വിദ്യാർത്ഥി സംഘടനകളെയും കേരളത്തെയും ഒന്ന് ചൊടിപ്പിക്കുന്ന വിധത്തിൽ വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നും ഇതേ രീതിയിലുള്ള നിർദ്ദേശം ഉണ്ടാകുന്നത്. താൽക്കാലിക വൈസ് ചാൻസലറാണ് ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൂടിയുണ്ട് മാനസ. നമ്മളിപ്പോൾ അതിന്റെ രാഷ്ട്രീയ വശത്തെക്കുറിച്ച് സംസാരിച്ചു. ഇവിടെ വൈസ് ചാൻസലർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് ഫയലുകൾ കൈമാറാൻ പാടില്ല എന്നാണ്. ആ ഉത്തരവിന് എത്രമാത്രം നിലനിൽപ്പുണ്ടാകും? കാരണം ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച നടപടി കേരള ഹൈക്കോടതി ശരിവെച്ചതാണ്. അപ്പോൾ ഹൈക്കോടതി വിധിക്കെതിരായിട്ടാണ് വൈസ് ചാൻസലർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നിയമപരമായി എത്രമാത്രം നിലനിൽപ്പുണ്ട്? ഇന്നലെ തന്നെ രജിസ്ട്രാറെ തടയണമെന്ന് VC സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അവർ തടഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് ഈ ഫയലുകൾ നൽകരുതെന്ന് പറഞ്ഞാലും അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യമുണ്ടോ? അതോ VCയുടെ ഉത്തരവുകൾ മറികടന്നുകൊണ്ട് രജിസ്ട്രാറിന്റെ മുൻപിലേക്ക് ഫയലുകൾ എത്താനാണോ കൂടുതൽ സാധ്യത? അത് തന്നെയാണ്. നിയമം അല്ലെങ്കിൽ നിയമത്തിന് വിരുദ്ധമായാണ് ഈ വൈസ് ചാൻസലർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അവധി വേണമെന്ന് അപേക്ഷ നൽകിയപ്പോൾ ഈ രജിസ്ട്രാർ അനിൽകുമാറിന്റെ അവധി അപേക്ഷ നിരസിക്കുന്ന ഒരു സാഹചര്യമാണ് വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനെ തുടർന്നാണ് അദ്ദേഹം അവധി നൽകാത്തതിനെ തുടർന്ന് കേരള സർവകലാശാലയിലേക്ക് എത്തിയത്, അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് പോയി ഇരുന്നത്. ആ ഘട്ടത്തിലും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് രജിസ്ട്രാർ അനിൽകുമാർ വരുമ്പോൾ വഴി തടയണം, അല്ലെങ്കിൽ അകത്തേക്ക് കയറ്റി വിടരുത് എന്നതായിരുന്നു. പക്ഷേ സുരക്ഷാ ജീവനക്കാരും തന്നെ വഴി തടഞ്ഞില്ല, അകത്തേക്ക് കയറ്റി വിട്ടു. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് പോയിരുന്നു, ചുമതലകൾ നിർവഹിച്ചു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അദ്ദേഹം വഴി ഫയലുകൾ കൈമാറാനോ അല്ലെങ്കിൽ അദ്ദേഹം ഫയലുകൾ തീർപ്പാക്കാനോ പാടില്ല എന്ന നിർദ്ദേശവുമായി വൈസ് ചാൻസലർ രംഗത്തേക്ക് എത്തുന്നത്. ഈ ഒരു ഘട്ടത്തിലും ഇതും ചട്ടവിരുദ്ധമായ ഒരു നിലപാട് തന്നെയാണ്. കാരണം ഹൈക്കോടതിയുടെ വിധിയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സസ്പെൻഷൻ നടപടി റദ്ദാക്കിയ സിൻഡിക്കേറ്റിന്റെ തീരുമാനം ഹൈക്കോടതി ശരിവെച്ചതാണ്. അതിന് വിപരീതമായാണ് സർവകലാശാല ചട്ടവും ലംഘിച്ചാണ് ഇപ്പോൾ വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് ഈ ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സുരക്ഷാ ജീവനക്കാർ എന്തുകൊണ്ടാണ് അകത്തേക്ക് കയറ്റി വിടരുതെന്ന് പറഞ്ഞിട്ടും കയറ്റി വിട്ടത് എന്ന കാര്യത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സുരക്ഷാ ജീവനക്കാർക്കും ഇന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എന്തടിസ്ഥാനത്തിലാണ്, ഏത് ചട്ടം അനുസരിച്ചാണ് വൈസ് ചാൻസലർ പ്രവർത്തിക്കുന്നത് എന്നത് ഇവിടെ ഇതുവരെയും വ്യക്തമാകുന്നില്ല. കാരണം നിയമം ഒരു വഴിക്ക്, വൈസ് ചാൻസലറുടെ തീരുമാനങ്ങൾ മറ്റൊരു വഴിക്കായാണ് പോകുന്നത്. അതിന് ഇടയിൽ ഹൈക്കോടതിയെയും വെല്ലുവിളിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ തന്നെ വ്യക്തമാണ് ആരുടെ അജണ്ടയാണ് അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശമാണ് വൈസ് ചാൻസലർ കേരള സർവകലാശാലയിൽ നടപ്പാക്കുന്നത് എന്നുള്ളത്. ഈ ചാൻസലർ സ്ഥാനത്തിരിക്കുന്ന ഗവർണർ എന്ന് പറയുന്നത് രാജ്ഭവനിൽ ഇത്തരത്തിലൊരു RSS വൽക്കരണം നേരത്തെ തന്നെ നടപ്പാക്കാൻ നോക്കിയിരുന്നു. രജിസ്ട്രാർക്കെതിരെ, അതായത് ഇന്നലെ ചുമതല നിർവഹിച്ച രജിസ്ട്രാർക്കെതിരെ ഇപ്പോൾ സർവകലാശാലയിലെ BJPയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരാതി നൽകിയിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. അവർ പറയുന്നത് സസ്പെൻഷൻ ലംഘിച്ചാണ് ഈ ഉദ്യോഗസ്ഥൻ രജിസ്ട്രാർ ഇന്നലെ ഓഫീസിലെത്തിയതെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സസ്പെൻഷൻ നിലനിൽക്കുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ സസ്പെൻഷൻ ലംഘിച്ച് ഓഫീസിലെത്തി എന്ന പരാതി BJP അംഗങ്ങൾ നൽകുന്നത്? ഒപ്പം തന്നെ അവർ ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ആ പരാതിയിലുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കേന്ദ്ര സംവിധാനങ്ങളുടെ സുരക്ഷ സർവകലാശാലയ്ക്ക് വേണമെന്ന്. അതായത് കേന്ദ്ര ഏജൻസികളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് അവരുടെ സ്ഥിരം പരിപാടി. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതുതന്നെയാണ് മനു. ഏത് ഘട്ടത്തിലേക്കാണ് ഈ നീക്കങ്ങൾ എന്നുള്ളത് വായിച്ചു നോക്കിയാൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന വിധത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ചട്ടവിരുദ്ധമായി വൈസ് ചാൻസലർ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്ന് നടപടി സ്വീകരിക്കുമ്പോൾ അതിനും പുല്ലുവില കൽപ്പിച്ച BJP അംഗങ്ങൾ, അതായത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ BJP സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇതേ രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഈ വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ചട്ട വിരുദ്ധ നടപടികളും ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ ഹൈക്കോടതിയിൽ തന്നെ ഈ ഒരു സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കിയ സാഹചര്യത്തിൽ വൈസ് ചാൻസലറുടെ ഈ ഒരു ഇടപെടൽ എങ്ങനെയാണ് അത് ചട്ടവിരുദ്ധമല്ലാതാകുന്നത്? അതിൽ നിന്നും തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അവർ എന്ത് അജണ്ടയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ കൂടി കൂട്ടുപിടിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക്, സർവകലാശാലയിലേക്ക് കേന്ദ്ര ഏജൻസികളെ ക്ഷണിക്കുമ്പോൾ അതിലേക്കുള്ള ഒരു സൂചന എന്താണ് തരുന്നത്? കാരണം ഇത്തരത്തിലുള്ള RSSന്റെയും BJPയുടെയും അജണ്ട നടപ്പാക്കി സർവകലാശാലയിലും കാവ്യവൽക്കരണം
അതൊക്കെയും തന്നെയാണ് ഇവർ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് ഇവിടെ തന്നെ വ്യക്തമായി നിൽക്കുന്ന ഒരു ചിത്രം തീർച്ചയായും തന്നെയാണ്. എങ്ങോട്ടാണ് ആ ഒരു ഇതിന്റെ ഘട്ടത്തിൽ പോക്കെന്ന് BJP നമുക്ക് വളരെ syndicate വ്യക്തമാണ്. ഇപ്പോൾ അംഗങ്ങൾ BJP ഇതല്ലാതെ അംഗങ്ങളുടെ മറ്റൊന്നും പരാതിയിൽ തന്നെ പറയുന്നത് പറയാൻ സാധ്യതയില്ല. സർവകലാശാലയ്ക്ക് സുരക്ഷയൊരുക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ സുരക്ഷ വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവരുടെ ഉദ്ദേശം നമുക്ക് വളരെ വ്യക്തമാണ്. എങ്ങോട്ടേക്കാണ് സർവകലാശാലയെ കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ആ പരാതിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കേരളത്തിൽ നടപ്പാകില്ല എന്ന വലിയ മുന്നറിയിപ്പ് SFI നൽകുന്നു, DYFI നൽകുന്നു. ഒപ്പം തന്നെ സിൻഡിക്കേറ്റും ആ നിലപാട് വളരെ ശക്തമായി സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ VC ആയ ഡോക്ടർ മോഹനൻ കുന്നുമേലിന്റെ ഈ നിയമവിരുദ്ധ ഇടപെടലുകൾ എത്ര കാലം നിലനിൽക്കും എന്നതാണ്. ഏതായാലും ഹൈക്കോടതിയിലടക്കം അത് ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്ക് കാത്തിരിക്കാം എന്താണ് സർവകലാശാലയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇനി ഏതെങ്കിലും കാരണവശാൽ VC ഇന്ന് സർവകലാശാലയിലേക്ക് എത്തിയാൽ അദ്ദേഹത്തെ തടയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് SFI കൃത്യമായ നിലപാടുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്.